ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് ഓട്ടത്തിലാണ്. ഇന്നും ഷോപ്പിംഗ് തന്നെയാണ്. താലിമാല എടുക്കാൻ വേണ്ടി പോവാണ് ഉണ്ണിയുടെ അമ്മയുടെയും കൂടെ. അപ്പോൾ അവർ ഓൾറെഡി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഭീമയിലാണ് നമ്മൾ പോയത്. ഉണ്ണിയും അമ്മയും കൂടെ ഒരു ഗോൾഡിൻ്റെ സ്കീം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് നമ്മൾ താലിമാല വാങ്ങിച്ചത്. ചെറിയ ഉടായ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളും സൂക്ഷിക്കണം കേട്ടോ. എന്താ കാര്യം എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ടൈമല്ല. അപ്പോൾ അമ്മ എനിക്കൊരു കോപ്പിക്കോ തന്നാണ്. ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ അത് പിന്നെ ഉണ്ണി ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി നേരെ സാത്തറിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. മെനു ഒക്കെ കണ്ടു പഠിച്ച് കിടന്നും ഇരുന്നൊക്കെ പഠിച്ചതിന് ശേഷം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ആസ് യൂഷ്വൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. പിന്നെ ഒരു ഷേക്കും കുടിച്ച് ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചി എറണാകുളം ഗുഡ് വില്ലുണ്ടായിരുന്നു. എന്ത് പരിപാടി ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം ഗുഡ് വില്ല് തന്നെയാണ്. പണ്ട് ഇതുപോലെ പുറത്തിങ്ങനെ ഒന്നും കമ്മലുകളൊന്നും ഇട്ടില്ലായിരുന്നു. ഇപ്പം അങ്ങനെ പുതിയതായിട്ട് തുടങ്ങിയാണ്. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ടൊക്കെ ഞാൻ കുറച്ച് ഓവർ പ്രൈസ് ആണെങ്കിലും നല്ല സാധനമാണ്. പൈസ കൊടുത്ത് നല്ല സാധനം മേടിക്കുന്നുണ്ട് നമുക്കൊരു മടിയില്ല. ഈ പോണതിൻ്റെ ചേച്ചി അവിടെ ചേച്ചി ഉർവശി പോയി ഒന്നും കിട്ടാതായപ്പോൾ തിരിച്ചു വന്നതാണ്. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് അവളുടെ വെഡ്ഡിങ് ഈവാണ്, നാളെ അവളുടെ കല്യാണമാണ്. അപ്പോൾ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ ഫ്രണ്ട് പാറു. ശരിക്കുള്ള പേര് ഗ്രീഷ്മ എന്നാണ്. ഞാനവിടെ ചെന്നപ്പോൾ അവളുടെ പുടവ കൊടുക്കൽ ചടങ്ങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ആൻറ്റി വിളക്കൊക്കെ കത്തിച്ച് നടുക്ക് വെച്ച് ചെക്കൻ്റെ പെങ്ങൾ അവൾക്ക് പുടവയൊക്കെ കൊടുത്തു. ആ ഒരു ചടങ്ങ് കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് അവളുടെ കല്യാണം കൂടാൻ പറ്റില്ല, കാരണം ഞാനും തിരക്കിലാണല്ലോ. പിന്നെ പറഞ്ഞിട്ട് ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞ് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കഞ്ചിച്ചിട്ട് കോള് വന്നു, തിരിച്ച് ഗുഡ് വില്ലിലേക്ക് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ആൾ ഒരു ലോഡ് ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നേക്കാണ്. ഗുഡ് വില്ലിൻ്റെ അടുത്ത് കുറച്ചധികം ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറി എന്തോ ലെഗിൻസും കാര്യങ്ങളൊക്കെ മേടിച്ച് തളർന്ന് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി വലിയൊരു ബ്ലോക്കും കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.